കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടിയും 20 ടൊയോട്ട ഗ്ലാൻസ കാറുകൾ, 28 ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ, 28 ഗോദ്രേജ് എയർ കണ്ടീഷണറുകൾ, 28 ഗൃഹോപകരണ കോംബോ പാക്കുകൾ, കൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും, ബമ്പർ സമ്മാനം 25 ലക്ഷം രൂപയുടെ സ്വർണം. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടിയും. കല്യാൺ സിൽക്സ്. മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജി പി വേണുഗോപാലിന്റെ ജീവനക്കാരോടുള്ള പ്രതികാര നടപടികളിലും മാനസിക പീഡനങ്ങളിലും പ്രതിഷേധിച്ച് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ KEPSA തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന സെക്രട്ടറി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ധിക്കാരത്തിനെതിരെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആത്മവിശ്വാസം ഈ നിമിഷം നമുക്ക് വീണ്ടെടുക്കാനായി എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടുകൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം, നമ്മുടെ സംഘടനയെക്കുറിച്ച് ഓരോരുത്തർക്കും അഭിമാനിക്കാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങൾ. നമുക്കറിയാം, ഷിജൊക്കെ പറഞ്ഞ പോലെ നമുക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ല. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ഈ ഐക്യമാണ് നമ്മുടെ ശക്തി, അല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്നത് നമ്മുടെ ഈ ഐക്യത്തിൻ്റെ ബലത്തിലാണ്. നമ്മുടെ ഓരോ മേലുദ്യോഗസ്ഥരും അവർക്കറിയാം, നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ KPSA ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ന്യായം ഉണ്ടാവും, അതിലൊരു സത്യം ഉണ്ടാവും എന്നുള്ളതറിയാം, അല്ലേ? അല്ലാതെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമില്ലാതെ നമ്മൾ ഈ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ സമരത്തിലൂടെയും മറ്റ് സമ്മർദ്ദ തന്ത്രത്തിലൂടെയാണ് നമ്മൾ പലതും നേടിയെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു ജെന്യൂനിറ്റി ഉണ്ടെന്ന് നമ്മുടെ മേലുദ്യോഗസ്ഥർക്കും നമ്മുടെ ആളുകൾക്കുമുള്ള ഒരു ബോധ്യമാണ് നമ്മളെ ഇന്ന് ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ആ ഒരു വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇന്ന് ഈ വിജയം നമുക്കുണ്ടാകുന്ന നമ്മൾ എല്ലാ ഘടകങ്ങളും ഉണ്ട്. കാരണം നമുക്കറിയാം, അദ്ദേഹം എല്ലാ വിധത്തിലും എനിക്ക് കൂടുതലായി കാര്യമില്ല, എല്ലാം വളരെ വിശദമായിട്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പോലും അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കൊരു വ്യക്തിപരമായ ഒരു വിഷമം കൂടെയുണ്ട്. ഇതിപ്പോൾ ഇടത്തേക്കാലിലെ മന്ത്രത്ത് വലത്തേക്കാലിലേക്ക് വച്ച പോലെയാണെന്ന് നിലവിൽ അദ്ദേഹം വരുന്നത് എൻ്റെ ഡിവിഷനിലേക്കാണ് എന്നൊരു വിഷമം കൂടിയുണ്ട്. ഇല്ല, നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥരെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും പേടിയില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ന്യായമായ കാര്യങ്ങൾക്ക് നമ്മൾ നിൽക്കാറുള്ളൂ. KFPSA ജില്ലാ പ്രസിഡന്റ് VV ഷിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി രംജീഷ് M രാജേഷ് സ്വാഗതവും മേഖലാ പ്രസിഡന്റ് വിനീഷ് TV നന്ദിയും പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് ദിനേഷ് R, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P വിനോദ്, MP അനിൽകുമാർ, മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ബിജു എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. മച്ചാട് റേഞ്ച്, എളനാട്, വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ജീവനക്കാരോട് ദ്രോഹ നടപടികൾക്കെതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. ഗുരുതരമായ ഹൃദ്രോഗവും രക്തസമ്മർദ്ദവുമുള്ള വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് അസിസ്റ്റന്റ് രാധാകൃഷ്ണൻ MKയെ ശാരീരിക അധ്വാനം ഒഴിവാക്കണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ച് അകമല RRTയിലേക്ക് മാറ്റാൻ ശ്രമിച്ചതും ജീവനക്കാരുടെ അവധി അപേക്ഷകൾ ന്യായമല്ലാതെ തടയുന്നതും പ്രതിഷേധത്തിന് കാരണമായി. മേലുദ്യോഗസ്ഥരുടെ ഉത്തരവുകൾ അവഗണിക്കുക, ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുക, ചന്ദനം എത്തിക്കുന്ന ലോഡ് വാഹനങ്ങൾ നിർബന്ധിച്ച് ജീവനക്കാരെ കൊണ്ട് ഓടിപ്പിക്കുക, മനുഷ്യ വന്യജീവി സംഘർഷ ഏകോപനത്തിൽ പരാജയപ്പെടുക, ഓഫീസ് സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ ഭരണസ്തംഭനം സൃഷ്ടിക്കുക, അനുവദിച്ച സുരക്ഷാ ഉപകരണങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യാതിരിക്കുക, വാഴാനി, എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ ജീവനക്കാരെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുക തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് റേഞ്ച് ഓഫീസർക്കെതിരെ ഉയർന്നത്. തുടർച്ചയായി പരാതികൾ നൽകിയിട്ടും പ്രശ്നപരിഹാരത്തിന് ഉദ്യോഗസ്ഥൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് നോട്ടീസ് നൽകിയ ശേഷം പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയതെന്ന് സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. സമരം മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദി മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മാത്രമായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. You are watching VCV News.